അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരന്മാരെ, ജബ്ബാർ മാഷ് പറയണത് ഇസ്ലാമിൽ താൽക്കാലിക വിവാഹം അനുവദിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് അദ്ദേഹം എവിടെ നിന്നാണ് കണ്ടെടുത്തതെന്നൊന്നും അറിയില്ല. ഈ താൽക്കാലിക വിവാഹത്തിന് നിക്കാഹുൽ മുത്തഅ എന്നാണ് അറബിയിൽ പറയാം. ഇത് ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൻ്റെ തന്നെ ആദ്യഘട്ടത്തിൽ ഇത് അനുവദിച്ചിരുന്നു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. ഇത് പൂർണ്ണമായിട്ട് നിരോധിക്കുന്നത് ഖൈബർ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലാണെന്നാണ് ഹദീസും ചരിത്രമൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷ് ഇസ്ലാമിൻ്റെ പേരിൽ നേരത്തെ അയാൾ ആരോപിക്കണ ആരോപണത്തിൻ്റെ കൂട്ടത്തിൽ ഒരാരോപണം ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയും ഷിയാക്കളിലെ ഒരു വിഭാഗം ഈ മുത്തഅ വിവാഹം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നല്ലാതെ സുന്നികളിൽപ്പെട്ട ആരും തന്നെ, ഇപ്പോൾ 4 മദ്ഹബാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഈ 4 മദ്ഹബിനും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, ഇനി മദ്ഹബില്ലാത്ത അഹ്ലെ ഹദീസിൻ്റെ ആളുകൾ, അങ്ങനെയുള്ള ആരും തന്നെ ഈ മുത്തഅ വിവാഹത്തെ അംഗീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസ്, പ്രസിദ്ധ സഹാബിയായിട്ടുള്ള ഇബ്നു അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ്റെ മകനാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഇത് ന്യായീകരിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രത്തെ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷെ അന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫ ആയിരിക്കുന്ന ഘട്ടത്തിലാണത്. അദ്ദേഹം ഇബ്നു അബ്ബാസിനെ താക്കീത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പേരിൽ. എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ പരിചയം കുറഞ്ഞ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് അലി റളിയല്ലാഹുവിൻ്റെ അത്ര അദ്ദേഹത്തിന് നേരത്തെ അറിയില്ല. കാരണം അദ്ദേഹം ചെറിയ കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വളർന്നു വന്നിട്ടുള്ള, നബി തന്നെ പരിരക്ഷിച്ച് വളർത്തിയ, ശിക്ഷണം നൽകി വളർത്തിയ ആളാണ് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഒരു ഘട്ടത്തിൽ ഇബ്നു അബ്ബാസിനെ ശാസിക്കുന്നുണ്ട്, മേലിത് പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞിട്ട്, മുത്തഅ വിവാഹം അനുവദനീയമാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഷിയാക്കൾ തന്നെയും യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹുവിൻ്റെ അനുയായികളാണ് എന്ന് പറയുന്ന ഷിയാക്കൾ പോലും പൊതുവിൽ ഈ മുത്തഅ വിവാഹം അംഗീകരിച്ചിട്ടില്ല. അവരിൽ ഒരു വിഭാഗമാണ് അത് അംഗീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് മറുവാശ് പറഞ്ഞത് ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് എന്നാണ്. അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല, അത് ഇസ്ലാം നിരോധിച്ച സംഗതിയാണ്. അത് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നുള്ളത് ശരിയാണ്. അത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഉമർ അല്ലാഹു അൻഹു ആണ് ഇത് നിരോധിച്ചിട്ടുള്ളത്. ഉമർ അല്ലാഹുവിന് വീറ്റോ പ്രയോഗിച്ചു. ഇയാൾക്ക് എവിടെ നിന്നാണ് അതൊക്കെ കിട്ടിയിട്ടുള്ളതെന്നാണ് മനസ്സിലാവാത്തത്. ഉമർ വീറ്റോ പ്രയോഗിച്ചിട്ടില്ല. ഉമർ അല്ലാഹു അൻഹു അല്ല അത് നിരോധിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ ഖൈബർ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ ആണ് അദ്ദേഹം അത് നിരോധിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ സുന്നികൾക്കും ഷിയാക്കൾക്കുമൊക്കെ ഇത് അനുവദനീയമാണ് എന്നാണ്. ഇതെവിടെയുള്ളത്? മാഷ് ഒരു നിയമജ്ഞനാണെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ പറയുന്നത് കേട്ടാ. ഇന്ത്യൻ നിയമത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് പോലും. ഞാനിവിടുത്തെ ചില വക്കീൽമാരോട്, ഹൈക്കോർട്ടിലെ വക്കീൽമാരോട് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞത് ഇന്ത്യൻ നിയമത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലയെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ അങ്ങനെ മുത്തഅ വിവാഹം ചെയ്താൽ അത് കുറ്റകരമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ്. അങ്ങനെയാണെങ്കിൽ മാഷിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആ കിതാബിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരൊന്നും പറഞ്ഞാൽ തിരക്കില്ല, നമുക്കൊന്ന് പഠിക്കാമല്ലോ. അപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്തൊരു നിയമം ഇന്ത്യയിൽ അങ്ങനെ നിയമം ഉണ്ടെന്ന് തട്ടിവിടുക. മുസ്ലിങ്ങൾ പൊതുവിൽ തള്ളിക്കളഞ്ഞ ഒരു വിഭാഗം ഷിയാക്കൾ ഒഴിച്ച് ബാക്കിയുള്ള ഷിയാക്കളടക്കം തള്ളിക്കളഞ്ഞ ഒരു സംഗതിയെ അത് ഇസ്ലാമിലുള്ളൊരു നിയമമാണ്, സ്ഥിരമായിട്ട് നിൽക്കുന്നൊരു നിയമമാണെന്ന് തള്ളുക. ഇങ്ങനെയുള്ള തള്ളലുമായിട്ടാണ് മൂപ്പര് മുന്നോട്ട് പോകുന്നത്. ഈ തള്ള് ഏത് കാലം വരെ എത്രത്തോളമാണ് മൂപ്പര് കൊണ്ടുപോവുക? ഇതൊക്കെ വെച്ചിട്ടാണ് ജബ്ബാർ മാഷ് ഖുർആനിനെ തകർക്കാൻ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കച്ചട്ട് കയറ്റി ഇറങ്ങുകയും അത് തൻ്റെ ഒരു ജീവിത ദൗത്യമായിട്ട് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തത്. പോതി മനസ്സിൽ വെച്ചാൽ മതി മാഷേ എന്നാണ് മാഷോട് നമുക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുമായിട്ട് ഒരിക്കലും ഇസ്ലാമിനെയും ഖുർആനിനെയും താങ്കൾക്ക് തകർക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, താങ്കൾ പറയുന്ന ഈ വിഡ്ഢിത്വം ബുദ്ധിയുള്ള മനുഷ്യന്മാർ വിവേകശാലികളായ
കാര്യങ്ങൾ നേരിട്ട് പഠിക്കാൻ സന്നദ്ധരായ മനുഷ്യന്മാർ അതൊക്കെ മനസ്സിലാക്കും മാഷേ. അതുകൊണ്ട് ആളുകളിടയിൽ വഷളാവാതിരിക്കാനെങ്കിലും താങ്കൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ വിളമ്പുന്നത് നിർത്തിവെക്കണം. എന്നിട്ട് നേർക്ക് നേരെ ഉള്ള കാര്യങ്ങൾ പറ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച നടത്താം. അല്ലാതെ അല്ലാത്ത ആരോപണങ്ങൾ ഖുർആൻ്റെയും നബീൻ്റെയും ഇസ്ലാമിൻ്റെയും പേരിൽ ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ് മാഷി ധരിക്കണതെങ്കിൽ അത് സാധ്യമല്ല എന്ന് മാത്രമേ അദ്ദേഹത്തോട് നമ്മൾക്ക് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.